അയാൾ അപർണയോട് പറയും, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എന്ത് തരം സർവീസും ചെയ്യുമെന്ന് പറയും. അപർണ പറയും, നിങ്ങൾ മിടുക്കനാണെന്ന് ഇപ്പോൾ മനസ്സിലായി, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറയും. കാശ് ഞാൻ അക്കൗണ്ടിലേക്ക് അയച്ചു തരാമെന്ന് പറയും. പോയി കഴിയുമ്പോൾ അവൾ മനസ്സിലാണ് പറയും, നീ വേഷം മാറ്റി ഒളിപ്പിച്ചു വെച്ച രാധാമണിയെ ഞാൻ കണ്ടെത്തിയെന്ന്. ഈ പ്രായമുള്ള സ്ത്രീയെ വെച്ചാണല്ലേ നീ എന്നോട് കളിക്കാൻ പോകുന്നത്. തമ്പിയും വസുന്ധരയെ ഹാളിലിരിക്കുമ്പോൾ അപർണ അങ്ങോട്ട് വരുവാണ്. വസുന്ധര പറയും, ഒരു സമാധാനമില്ല മോളെ, ആ പെറ്റീഷൻ തള്ളിപ്പോവാന്ന് ചോദിക്കും. അപ്പോൾ അപർണ പറയും, അമ്മ അത് ഓർത്ത് വിഷമിക്കേണ്ടെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു എന്ന് ചോദിക്കും. അപർണ തമ്പിയോട് പറയും, അച്ഛനെതിരെ വേഷം കെട്ടിച്ച രാധാമണി വരച്ചേരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, അച്ഛനിതൊന്ന് നോക്കിക്കേന്ന് പറയും. ഇത് കണ്ട് തമ്പി ചിരിച്ചിട്ട് പറയും, ഈ രാധാമണി വരച്ചേർക്ക് എൻ്റെ അമ്മയെക്കാളും പ്രായമുണ്ടല്ലോ മോളെ എന്ന് പറയും. അപർണ അത് അമ്മയ്ക്ക് കാണിക്കാൻ പോകുമ്പോൾ തമ്പി ഇങ്ങനെ മനസ്സിൽ പറയും, ഓ ഇപ്പോഴും സമാധാനമായത്, അഭിയും ജാനകിയും ഏതോ ഒരു സ്ത്രീയെ വേഷം കെട്ടിച്ച് രാധാമണിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു എന്നൊക്കെ പറയും. തമ്പി പറയും, എൻ്റെ മോളാണേ സത്യം, ഞാൻ ഈ സ്ത്രീയെ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയും. ഈ കേസ് തള്ളിപ്പോവാന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അപർണ പറയും, അച്ഛനെ പരമാവധി നാണം കെടുത്തുക, അതാണ് അവളുടെ ഉദ്ദേശം. പെറ്റീഷൻ തള്ളിയാൽ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് അപർണ പറയും. അപർണയെ അകത്തേക്ക് പോയി കഴിയുമ്പോൾ തമ്പി പിന്നെയും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സ്വയം ചിരിക്കുക. നകുലൻ ഇന്ദ്രജയോട് പറയാണ്, ചേട്ടത്തി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അബിയെ കൊല്ലാൻ കൂടി മടിക്കില്ലായിരുന്നു എന്നൊക്കെ. ഇന്ദ്രജ പറയും, അവൾക്കൊരു മകളുണ്ടെന്ന് പറയുമ്പോൾ നകുലൻ പറയും, അതൊക്കെ ഡിവോഴ്സിൻ്റെ പക്കത്തെത്തുമ്പോൾ ആലോചിച്ചാൽ പോരേന്ന് ചോദിക്കും. അപ്പോൾ ഇന്ദ്രജ ചോദിക്കും, നീ ഇപ്പോൾ അവിടെ വരെ എത്തി ചോദിക്കും. നകുലൻ പറയും, ഞാൻ അവിടെ കൊണ്ട് എത്തിക്കുന്നു പറയും. എനിക്ക് അഭിറാമിനെ ഒന്ന് കാണണം, അവനുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് നീ എത്രയും പെട്ടെന്നൊരു അവസരം ഉണ്ടാക്കി തരണമെന്ന് നകുലനോട് ഇന്ദ്രജ പറയും. ജാനകി നീയായുള്ള ബന്ധം അബി അറിയാനുള്ള സമയമായി. നകുലൻ പറയും, അതിനൊന്നും സമയമായിട്ടില്ല, ഇപ്പം ഏട്ടത്തി അതിർത്തി കാണിക്കുന്നതെന്ന് പറയും. ഇന്ദ്രജ പറയും, അവൻ്റെ മുന്നിൽ നീ ഒരു നല്ല ആളായിട്ടും ജാനകി ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തണം എന്ന് പറയും. അമല് ജാനകിയുടെ അടുത്ത് അമ്മയെ കാണാൻ വരും. വീട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ പറ്റി അമല് പറയും. ജാനകി പറയും, ഈ കേസിൻ്റെ അവസ്ഥ എന്തായാലും അജയിൽ നിന്ന് നിരഞ്ജന അകന്നു പോകും. അമല് പറയും, അതൊക്കെ എന്നേ സംഭവിച്ചു കഴിഞ്ഞു, നിരഞ്ജനടുത്ത് അവിടെ താമസിക്കുന്നതെന്നേ ഉള്ളൂ, ഒരു ഹോട്ടലിൽ താമസിക്കുന്ന പോലെയാണെന്ന് പറയും. അപർണയുടെ അമ്മയുടെ അവസ്ഥ വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുക. ഡൽഹിയിലൊരു ചികിത്സയ്ക്ക് ഉണ്ടാവണമെന്ന് അവളുടെ കൂട്ടുകാരി ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ അമ്മ അതിന് കൂട്ടാക്കുന്നില്ല. ഈ കേസ് കഴിയാതെ പോയില്ലെന്നാണ് പറയുന്നത്. അവളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി അവർ ജാനകിയടുത്തിൻ്റെ തലയെ കെട്ടിവെക്കും. ഈ കേസൊന്ന് അവസാനിപ്പിച്ചോടെ എന്ന് അമല് ജാനകിയോട് ചോദിക്കുകയാണ്. ജാനകി ചോദിക്കും, ഒരു ജീവച്ചാവം പോലെ എടുക്കുന്ന എൻ്റെ അമ്മയെ നീ കാണുന്നില്ലേ, നമ്മളൊക്കെ സന്തോഷിച്ച് നടക്കുന്ന കാലത്ത് എൻ്റെ അമ്മ ഇരുട്ടിലായിരുന്നു എന്ന് പറയും. അമല് പറയും, ഞാൻ എൻ്റെ സ്വാർത്ഥത കൊണ്ട് പറഞ്ഞതല്ല, എൻ്റെ സ്വാർത്ഥത എന്ന് പറയുന്നത് നിങ്ങളൊക്കെയാണ് എന്ന് പറയും. എനിക്കൊരു ജീവിതം ഉണ്ടായിട്ട് വേണ്ടേ സ്വാർത്ഥത ഉണ്ടാവാൻ? ഏട്ടത്തി എൻ്റെ ശിരസിൽ വെച്ചതാണ് ഞാനിപ്പോൾ ചുമക്കുന്നത്. ഇതുവരെ ഞാൻ ഏട്ടത്തിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇതിൻ്റെ പേരിൽ സത്യങ്ങളെ അറിയിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നടത്തുന്നത് സ്വന്തം നിഴലിനോടുള്ള യുദ്ധമാണെന്ന് അമല് പറയും. എനിക്കിനി ഏട്ടത്തിയോടൊന്നും പറയാനില്ല, തീരുമാനം ഏട്ടത്തിക്ക് എടുക്കാമെന്ന് പറഞ്ഞ് അമൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അഭിയും നിരഞ്ജനയും ഉണ്ണിത്താനും കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യാണ്. ഉണ്ണിത്താൻ പറയുമ്പോൾ അഭി ചോദിക്കുക, നമുക്ക് കള്ളസാക്ഷികളുടെ ആവശ്യമുണ്ടോ, ഇത് സത്യസന്ധമായൊരു കേസല്ലേ എന്ന്. ഉണ്ണിത്താൻ പറയും, അത് നമുക്കല്ലേ അറിയുള്ളൂ, കോടതിക്ക് ബോധ്യമാവണ്ടേ. കള്ളസാക്ഷികളുടെ റോൾ എന്താണെന്ന് അഭി ചോദിക്കുമ്പോൾ ഉണ്ണിത്താൻ പറയും, തമ്പി രാധാമണിയെ കമ്പനിയിൽ വെച്ച് ആക്രമിച്ച ദിവസം അവരെ അവിടെ വെച്ച് കണ്ട ദിവസക്കൂലിക്കാരിയായ ജോലിക്കാരിയെ നമുക്ക് വേണം. അവർ പറഞ്ഞതിന് ശേഷമാണ് മാധവാര്യർ ഈ സത്യം അറിയുന്നത്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഫാബ്രിക്കേറ്റഡ് ആയൊരു കഥയാണെങ്കിലും അതിലൊരു ലൈഫ് വേണം, എന്നാലേ അത് ഏൽക്കുമെന്ന് പറയും ഉണ്ണിത്താൻ. പിന്നെ ഉള്ളത് ഒരു ലോഡിംഗ് തൊഴിലാളിയാണ്. രാധാമണി വരസിയാരെ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് അയാൾ കണ്ടു. മറ്റൊരാളുടേത് നമുക്ക് പിന്നീട് നിശ്ചയിക്കാം, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഉണ്ണിത്താൻ പറയും. അഭി പറയും, സാക്ഷികൾ കൂറുമാറിയ ചന്ദ്രമാഷിൻ്റെ മൊഴിക്ക് പോലും വിലയില്ലാതാവും. കേസ് സ്വീകരിച്ച CI ആണ് ഇതിലെ ഏറ്റവും പ്രധാനം. അദ്ദേഹമാണ് ഈ കേസിൻ്റെ നട്ടെല്ലെന്ന് നിരഞ്ജന പറയാണ്. അഭിയേട്ടൻ ധൈര്യമായിട്ടിരിക്കും, ഈ കേസിൽ നമ്മൾ ജയിക്കുമെന്ന് നിരഞ്ജന അഭിയോട് പറയും. തമ്പി ഇപ്പോഴും രാധാമണിയുടെ കാര്യത്തെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. രാധാമണിയെ പറ്റി അഭിക്കും ജാനകിക്കും എന്തോ സൂചന കിട്ടിയിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് അവർ കളിക്കുന്നതെന്നൊക്കെ. നേരെ ഒന്ന് വെളുത്തോട്ടെ, ഈ ആൾമാറാട്ടം അവിടെ ചെന്ന് തീർത്തു കൊടുക്കാമെന്ന് തമ്പി മനസ്സിൽ പറയാണ്. തമ്പിയുടെ അടുത്തേക്ക് പശുപതി എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് ചോദിക്കും, തമ്പി സാറല്ലേ? തമ്പി പറയും, ഞാൻ അപർണയുടെ അച്ഛനാന്ന് പറയും. അപ്പോൾ അയാൾ പറയും, എനിക്ക് അറിയാമെന്ന് പറയും. തമ്പി പറയും, ജാനകിയുടെ വീട് കണ്ടുപിടിച്ചെടുത്തത് താനല്ലേ, താൻ അവിടെ കണ്ടത് രാധാമണി വരച്ചേരെ തന്നെയാണോ എന്ന് ചോദിക്കും. പശുപതി പറയും, അതെ, അവരെ ആളെ മനസ്സിലാവാതെ വെക്കാൻ വേണ്ടി ചട്ടയും മുണ്ടും ഒട്ടിപ്പിച്ച് നിർത്തിയിരിക്കുകയെന്ന് പറയും.